വെൽക്കം ബാക്ക് ടു +1 ഫിസിക്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വെലോസിറ്റിയെക്കുറിച്ചാണ് പഠിച്ചത്. ഇന്ന് ആക്സിലറേഷൻ എന്താണെന്നും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സിനെ കുറിച്ചുമാണ് പഠിക്കുന്നത്. ആക്സിലറേഷൻ എ എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സ്മോൾ ലെറ്റർ എ എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് ആക്സിലറേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആക്സിലറേഷൻ ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ്. വസ്തുവിൻ്റെ വെലോസിറ്റിയുടെ നിരക്കിനാണ് നമ്മൾ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. സമയത്തിനനുസരിച്ച് വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ചാണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ആക്സിലറേഷൻ കാണാനുള്ള ഫോർമുല: ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ടേക്കൺ. വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ച് ബൈ ടൈം, ഇതാണ് ആക്സിലറേഷൻ. ഇങ്ങനെയാണ് നമ്മൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തുവിൻ്റെ വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ചാണ്. The rate of change of velocity of an object is called acceleration. SI unit of acceleration is meter per second square, അല്ലെങ്കിൽ ms⁻². ഇതാണ് ആക്സിലറേഷൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത്. ഡയമെൻഷൻ ഫോർമുല m/0 L/t⁻². ഇതൊക്കെ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ഡയമെൻഷൻ ഫോർമുല എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? m/0 L/t⁻². ആക്സിലറേഷൻ ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ആക്സിലറേഷൻ മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. അതുകൊണ്ട് ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇഫ് ദ വെലോസിറ്റി ഈസ് ഇൻക്രീസിങ്, ആക്സിലറേഷൻ ഈസ് പോസിറ്റീവ്. നമ്മൾ പറഞ്ഞു വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ച് ആണ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞു. ഈ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ അതിന് പറയുന്നതാണ് ആക്സിലറേഷൻ പോസിറ്റീവാണ്, അല്ലെങ്കിൽ ആക്സിലറേറ്റ് ചെയ്തു എന്ന് പറയും. വെലോസിറ്റി ഇൻക്രീസ് ചെയ്താൽ വസ്തു ആക്സിലറേറ്റ് ചെയ്യപ്പെട്ടു എന്ന് നമ്മൾ പറയും. വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ആക്സിലറേഷൻ പോസിറ്റീവ് ആയിരിക്കും. ഇഫ് വെലോസിറ്റി ഈസ് ഡിക്രീസിങ്, ആക്സിലറേഷൻ ഈസ് നെഗറ്റീവ്. വെലോസിറ്റി കുറയുകയാണെങ്കിൽ ആക്സിലറേഷൻ നെഗറ്റീവ് ആയിരിക്കും. ആവറേജ് ആക്സിലറേഷൻ, നമ്മൾ ആവറേജ് വെലോസിറ്റി, ആവറേജ് സ്പീഡ് പഠിച്ചതാണ്. അതുപോലെ തന്നെ എന്താണ് ആവറേജ് ആക്സിലറേഷൻ നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ ടോട്ടൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ് ടു ദ ടോട്ടൽ ടൈം ഇൻ്റർവൽ, അല്ലെങ്കിൽ ടോട്ടൽ ടൈം ടേക്ക്. അപ്പം റേഷ്യോയാണ് എന്തിൻ്റെയൊക്കെ? ടോട്ടൽ ചേഞ്ച് ഇൻ വെലോസിറ്റി, വെലോസിറ്റിക്കുണ്ടായ ടോട്ടൽ ചേഞ്ചിൻ്റെയും ആ ചേഞ്ച് സംഭവിക്കാനെടുത്ത ടോട്ടൽ ടൈം ഇൻ്റർവെല്ലിൻ്റെയും റേഷ്യോയാണ് ആവറേജ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ആവറേജ് ആക്സിലറേഷൻ്റെയും യൂണിറ്റും ഡയമെൻഷനും എല്ലാം ആക്സിലറേഷൻ്റെ യൂണിറ്റും ഡയമെൻഷനും തന്നെ ആയിരിക്കും. ഇനി ആവറേജ് ആക്സിലറേഷൻ കാണുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം ടേക്കറാണ്. ഇനി ആവറേജ് ആക്സിലറേഷൻ A ഈസ് ഈക്വൽ ടു, നമുക്ക് ഇങ്ങനെ എഴുതാം: V ഓഫ് t2. V ഓഫ് t2 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ടൈം, ആദ്യം ഉണ്ടായിരുന്ന ടൈം t1 എന്നും, സെക്കൻഡ് ടൈം അതായത് ഇനിഷ്യൽ ടൈമിനെ നമ്മൾ t1 എന്നും ഫൈനൽ ടൈമിനെ നമ്മൾ t2 എന്നും എടുക്കുന്നു. അപ്പോഴുള്ള വെലോസിറ്റി, അതായത് ഇനിഷ്യൽ വെലോസിറ്റി t1 എന്ന് പറയുന്ന ടൈമിലുള്ള വെലോസിറ്റിയാണ് V ഓഫ് t1 എന്ന് എഴുതിയിരിക്കുന്നത്. t2 എന്ന് പറയുന്ന ടൈമിലുള്ള വെലോസിറ്റിയാണ് V ഓഫ് t2 എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ V ഓഫ് t2 എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ഡിവൈഡ് ബൈ ഫൈനൽ ടൈം മൈനസ് ഇനിഷ്യൽ ടൈം. അപ്പം ചേഞ്ച് ഇൻ വെലോസിറ്റി കാണാനായിട്ട് നമ്മൾ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റിയാണ് കണ്ടുപിടിക്കുന്നത്. ഇനി ഡിവൈഡ് ബൈ ടൈമിലുണ്ടായ ചേഞ്ച്, അതായത് ഫൈനൽ ടൈം മൈനസ് ഇനിഷ്യൽ ടൈം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആവറേജ് ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്നത്. ആവറേജ് ആക്സിലറേഷനെ നമുക്ക് ഇങ്ങനെ എഴുതാം: A ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഉണ്ടാകുന്ന ചേഞ്ച് ആണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി നമുക്ക് ΔV എന്ന് എഴുതാം. ΔV A ഈസ് ഈക്വൽ ടു ΔV ഡിവൈഡ് ബൈ ടൈമിലുണ്ടായ ചേഞ്ച് ΔT എന്ന് എഴുതാം. അപ്പം ആവറേജ് വെലോസിറ്റി A ഈസ് ഈക്വൽ ടു ΔV ബൈ ΔT. ഇതിനെ നമ്മൾ A ബാർ എന്ന് എഴുതാറുണ്ട്. ആവറേജ് വെലോസിറ്റി ആണ് നമ്മൾ ഈ ആവറേജ് വെലോസിറ്റിയിൽ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ആവറേജ് ആക്സിലറേഷനെ സൂചിപ്പിക്കാനായിട്ട് A ബാർ, ആവറേജ് ആക്സിലറേഷനെ സൂചിപ്പിക്കാനായിട്ട് A എന്നും A ബാർ എന്ന് എഴുതാറുണ്ട്. A ബാർ ഈസ് ഈക്വൽ ടു ΔV ബൈ ΔT. അപ്പോൾ ആവറേജ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ചേഞ്ച് ഇൻ വെലോസിറ്റിയുടെയും അതുപോലെ ടോട്ടൽ ടൈം ഇൻ്റർവെല്ലിൻ്റെയും റേഷ്യോയാണ് ആവറേജ് ആക്സിലറേഷൻ എന്ന് അറിയപ്പെടുന്നത്. ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ.
ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി നമ്മൾ പഠിച്ചതാണ്. ഒരു പർട്ടിക്കുലർ ടൈം ഇൻസ്റ്റൻറ്റിൽ ഉണ്ടാകുന്ന അത് ആക്സിലറേഷൻ ഓഫ് എ പാർട്ടിക്കിൾ അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഓഫ് ഇറ്റ്സ് മോഷൻ ഈസ് കോൾഡ് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈം ഇൻസ്റ്റൻറ്റിൽ വസ്തുവിൻ്റെ ആക്സിലറേഷൻ പറയുന്ന പേരാണ് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻറ്റിലെ ആക്സിലറേഷനാണ് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ എന്ന് അറിയപ്പെടുന്നത്. ഇനി ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ കാണാനായിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞതാണ്. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയിൽ പറഞ്ഞു എ ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0. ഇങ്ങനെയാണ് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂവിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. അതായത് ഡെൽറ്റ ടിയുടെ വാല്യൂ 0യോട് അടുത്തിരിക്കുന്നു. ഞാൻ വളരെ സ്മോൾ ടൈം ഇൻ്റർവെല്ലിൽ ഒരു സ്മോൾ ടൈമിൽ എന്താണ് വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന ടൈം റേറ്റ്, അതാണ് ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നത്. അപ്പോൾ ആവറേജ് വെലോസിറ്റിക്ക് ഒരു പർട്ടിക്കുലർ ടൈം ഇൻസ്റ്റൻറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ച്, അതിനാണ് നമ്മൾ പറയുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈം ഇൻസ്റ്റൻറ്റിലെ ആവറേജ് വെലോസിറ്റിയാണ് ഇൻസ്റ്റൻറ്റേനിയസ് ആവറേജ് വെലോസിറ്റിയാണ് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ ടൈം ഇൻസ്റ്റൻറ്റിലെ ആവറേജ് വെലോസിറ്റിയെ നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, എ ഈസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി. ഡി വി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് ടൈം ഡെറിവേറ്റീവ് ഓഫ് വെലോസിറ്റി. ടൈം ഡെറിവേറ്റീവ് ഓഫ് വെലോസിറ്റി എന്ന് നമുക്ക് പറയാം. ഇസ് ഈക്വൽ ടു അതിനെ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ടേമിലേക്ക് എഴുതി കഴിഞ്ഞാൽ ഡി സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ ഡി ടി സ്ക്വയർ എന്ന് എഴുതാം. ഡി വി ബൈ ഡി ടി എന്ന് പറയുന്നത് ടൈം ഡെറിവേറ്റീവ് ഓഫ് വെലോസിറ്റിയാണ്. ഇനി അതിനെ നമ്മൾ പൊസിഷൻ്റെ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ടേമിലേക്ക് നമ്മൾ മാറ്റി കഴിഞ്ഞാൽ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. ഡെറിവേഷൻ ഡിഫറൻസിയേഷനൊക്കെ നിങ്ങൾ പഠിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിക്കോളും. ഇപ്പോൾ നമ്മൾ ഇത്രയും മാത്രം അറിഞ്ഞാൽ മതി. ആക്സിലറേഷൻ ഇൻസ്റ്റൻറ്റേനിയസ് ആണെങ്കിൽ നമ്മൾ അതിനെ എ ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി ആണ്. അതിനെ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈമിൽ നമുക്ക് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. Negative acceleration. If the velocity of an object decreases with time, it is called negative acceleration. ഇത് റിട്ടാർഡേഷൻ എന്ന പേരിലും അതുപോലെ ഡി ആക്സിലറേഷൻ അല്ലെങ്കിൽ ഡീസിലറേഷൻ എന്നൊക്കെ അറിയപ്പെടാറുണ്ട്. അപ്പോൾ നെഗറ്റീവ് ആക്സിലറേഷൻ്റെ മറ്റ് രണ്ട് പേരുകളാണ് റിട്ടാർഡേഷൻ ഓർ ഡീസിലറേഷൻ അല്ലെങ്കിൽ ഡി ആക്സിലറേഷൻ എന്നൊക്കെയാണ് നെഗറ്റീവ് ആക്സിലറേഷൻ അറിയപ്പെടുന്നത്. നമ്മൾ പറഞ്ഞു വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ചാണ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞു. ഇവിടെ വെലോസിറ്റിക്ക് രണ്ട് രീതിയിൽ ചേഞ്ച് ഉണ്ടാകാം. ഒന്നുകിൽ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാം അല്ലെങ്കിൽ വെലോസിറ്റി ഡിക്രീസ് ചെയ്യാം. വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മളതിന് ആക്സിലറേഷൻ എന്ന് തന്നെയാണ് പറയുന്നത്. വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മളതിന് ആക്സിലറേഷൻ എന്നാണ് പറയുന്നത്. അതായത് ഒരു വാഹനം നമ്മൾ നോക്കുക, വാഹനത്തിൻ്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടി നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കും. അപ്പോൾ വാഹനത്തിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ വണ്ടി ആക്സിലറേറ്റ് ചെയ്യപ്പെട്ടു എന്ന് നമുക്ക് പറയാം. സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ അതാണ് പോസിറ്റീവ് ആക്സിലറേഷനാണ്. അപ്പോൾ വണ്ടി ആക്സിലറേറ്റ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ പോസിറ്റീവ് ആക്സിലറേഷനിലാണെന്ന് നമുക്ക് പറയാം. ഇനി നേരെ തിരിച്ച് ആ വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന കോൺസ്റ്റൻറ്റ് സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിനെ നമ്മൾ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? അതിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി കുറയും. അപ്പോൾ ഇങ്ങനെ വെലോസിറ്റി ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ആ വാഹനത്തിന് അല്ലെങ്കിൽ ആ വസ്തുവിന് റിട്ടാർഡേഷൻ സംഭവിച്ചു എന്നാണ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ നെഗറ്റീവ് ആക്സിലറേഷൻ സംഭവിച്ചു. ആക്സിലറേഷൻ നെഗറ്റീവാണ്, അതിന് നമ്മൾ പറയുന്ന പേരാണ് റിട്ടാർഡേഷൻ. യൂണിഫോം ആക്സിലറേഷൻ. If the velocity of an object changes by equal amounts in equal intervals of time, then its acceleration is called uniform acceleration. ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ച് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ വസ്തു യൂണിഫോം ആക്സിലറേഷനിലാണെന്ന് പറയാം. ഏത് ടൈം ഇൻ്റർവെൽ എടുത്താലും അപ്പോഴെല്ലാം ആക്സിലറേഷൻ്റെ വാല്യൂ സെയിം ആയിരിക്കണം, അല്ലെങ്കിൽ വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ച് സെയിം ആയിരിക്കണം. അങ്ങനെയുള്ള ആക്സിലറേഷൻ നമ്മൾ പറയുന്ന പേരാണ് യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയുന്നത്. യൂണിഫോം ആക്സിലറേഷൻ ആണെങ്കിൽ വസ്തുവിൻ്റെ വെലോസിറ്റിയുടെ റേറ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. എ ഈസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി, ടൈം ഡെറിവേറ്റീവ് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പം ആവറേജ് വെലോസിറ്റി നമുക്കറിയാം, ഡി വി ബൈ ഡി ടി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ആവറേജ് വെലോസിറ്റി.
dv/dt എന്ന് പറയുന്ന ആവറേജ് വെലോസിറ്റിയാണ്. എ എന്ന് പറയുന്നത് നമ്മളിവിടെ എടുക്കുന്ന ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആണെങ്കിൽ ആവറേജ് വെലോസിറ്റിയും ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും തുല്യമായിരിക്കും. ഇപ്പോൾ വസ്തു യൂണിഫോം ആക്സിലറേഷനിലാണെങ്കിൽ ആ വസ്തുവിൻ്റെ ആവറേജ് വെലോസിറ്റിയും ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ആ വസ്തു യൂണിഫോം ആക്സിലറേഷനിലാണെങ്കിൽ ആ വസ്തുവിൻ്റെ ആവറേജ് വെലോസിറ്റിയും അതുപോലെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ നോക്കിയാൽ ഇങ്ങനെ തന്നെയായിരിക്കും. ആവറേജ് ആക്സിലറേഷനും അതുപോലെ തന്നെ ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷനും ഒരേ വാല്യൂ തന്നെയായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അപ്പം വസ്തു യൂണിഫോം മോഷനിലാണെങ്കിൽ വസ്തുവിൻ്റെ ഏത് ടൈം ഇൻ്റർവെല്ലിലുള്ള ആക്സിലറേഷൻ എടുത്താലും അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ള കേസുകളിൽ ഇൻസ്റ്റന്റേനിയസ് വാല്യൂവും ആവറേജ് വാല്യൂവും ഈക്വൽ ആയിരിക്കും. അപ്പം എക്സാമിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു വസ്തുവിൻ്റെ ആവറേജ് ആക്സിലറേഷനും ആവറേജ് ആക്സിലറേഷനും ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷനും എപ്പോഴാണ് കോൺസ്റ്റൻ്റ് ആകുന്നത് അല്ലെങ്കിൽ ഈക്വൽ ആകുന്നത്? വസ്തു യൂണിഫോം മോഷനിലാണെങ്കിൽ വസ്തുവിൻ്റെ ആവറേജ് വാല്യൂവും ഇൻസ്റ്റന്റേനിയസ് വാല്യൂവും ഈക്വൽ ആയിരിക്കും. In uniform acceleration, the value of instantaneous and average accelerations are equal. ഇനി യൂണിഫോം ആക്സിലറേഷൻ്റെ ഒരു എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്, ഫ്രീലി ഫാളിംഗ് ബോഡി. ഇതും എക്സാമിന് ചോദിക്കാം. യൂണിഫോം ആക്സിലറേഷനിൽ മൂവ് ചെയ്യുന്ന ഒരു വസ്തുവിൻ്റെ എക്സാമ്പിൾ ഫ്രീലി ഫാളിംഗ് ബോഡി. ഫ്രീ ആയിട്ട് താഴേക്ക് പതിക്കുന്ന ഒരു വസ്തു, ആ വസ്തുവിൻ്റെ ആക്സിലറേഷൻ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമുക്കറിയാം, വസ്തുക്കളെയെല്ലാം ഭൂമി അതിൻ്റെ സെൻറ്ററിലേക്ക് ആകർഷിക്കുന്നുണ്ട്. ഈ ഭൂമിയുടെ ആകർഷണം മൂലം ഉണ്ടാകുന്ന ആക്സിലറേഷൻ നമ്മൾ പറയുന്ന പേരാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ പ്ലേസ് ഈസ് കോൺസ്റ്റൻറ്റ്. ഏത് ഒരു പ്ലേസ് എടുത്താലും അവിടുത്തെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഏത് വലിയ വസ്തു എടുത്താലും ചെറിയ വസ്തു എടുത്താലും ആ വസ്തുക്കളെല്ലാം താഴേക്ക് പതിക്കുമ്പോൾ അതിൻ്റെ ആക്സിലറേഷൻ്റെ വാല്യൂ ഒരു കോൺസ്റ്റൻ്റ് ആണ്. ആ വാല്യൂവിന് നമ്മൾ പറയുന്ന പേരാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഒരു സ്ഥലത്തെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജിയുടെ വാല്യൂ, അതായത് സ്മോൾ ജി എന്നാണ് നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് ജിയുടെ വാല്യൂ നമുക്ക് 9.8 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ എന്നാണ് നമുക്ക് ഒരു സ്ഥലം, അതായത് ഭൂമിയിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ആവറേജ് വാല്യൂ 9.8 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ എന്നാണ്. ഇത് നമ്മൾ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ഇപ്പോൾ നമ്മൾ ഇത്രയും മാത്രം അറിഞ്ഞാൽ മതി. യൂണിഫോം ആക്സിലറേഷൻ്റെ ഒരു എക്സാമ്പിളാണ് ഫ്രീലി ഫാളിംഗ് ബോഡി. ഇനി അതായത് താഴേക്ക് പതിക്കുന്ന, ഫ്രീ ആയിട്ട് താഴേക്ക് പതിക്കുന്ന വസ്തുക്കളുടെ എല്ലാം ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതിന് നമ്മൾ പറയുന്ന പേരാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇനി ജിയുടെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് 9.8 മീറ്റർ/സെക്കൻഡ് സ്ക്വയറിലായിരിക്കും. അതായത് താഴേക്ക് ഫ്രീ ആയിട്ട് പതിക്കുന്ന എല്ലാ വസ്തുക്കളുടെയും ആക്സിലറേഷൻ്റെ വാല്യൂ 9.8 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. വേരിയബിൾ ആക്സിലറേഷൻ അല്ലെങ്കിൽ നോൺ യൂണിഫോം ആക്സിലറേഷൻ. യൂണിഫോം അല്ലാത്ത എല്ലാ ആക്സിലറേഷനും എങ്ങനെയായിരിക്കും? നോൺ യൂണിഫോം ആയിരിക്കും. അതായത് വെലോസിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ച് ഈക്വൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആക്സിലറേഷൻ നമ്മൾ പറയുന്ന പേരാണ് വേരിയബിൾ ആക്സിലറേഷൻ അല്ലെങ്കിൽ നോൺ യൂണിഫോം ആക്സിലറേഷൻ. ഇഫ് ദ വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്ട് ചേഞ്ചസ് അൺഈക്വലി ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം, ഈക്വൽ ഇൻ്റർവെല്ലിൽ വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ച് ഈക്വൽ അല്ലെങ്കിൽ the object is said to be in variable acceleration അല്ലെങ്കിൽ നോൺ യൂണിഫോം ആക്സിലറേഷനിലായിരിക്കും. അപ്പം വസ്തുവിനുണ്ടാകുന്ന ചേഞ്ച്, വെലോസിറ്റിയുടെ ചേഞ്ച് ഈക്വൽ അല്ലെങ്കിൽ തുല്യ ഇടവേളകളിൽ തുല്യ ചേഞ്ച് അല്ല ഉണ്ടാകുന്നതെങ്കിൽ അത് വേരിയബിൾ ആക്സിലറേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരാണ് നോൺ യൂണിഫോം ആക്സിലറേഷൻ. ഇപ്പോൾ യൂണിഫോം അല്ലാത്ത, നമ്മൾ യൂണിഫോം ആക്സിലറേഷൻ്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. യൂണിഫോം അല്ലാത്ത എല്ലാ ആക്സിലറേഷനും എന്തായിരിക്കും? വേരിയബിൾ ആയിരിക്കും. വേരിയബിൾ ആക്സിലറേഷൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, എ കാർ മൂവിങ് ത്രൂ എ ട്രാഫിക്, ഒരു ട്രാഫിക്കിലൂടെ മൂവ് ചെയ്യുന്ന കാർ എന്ത് ചെയ്യും? ഒരേ സ്പീഡിൽ, ഒരു ഹൈവേയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു അതൊരു കോൺസ്റ്റൻറ്റ് സ്പീഡിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ആക്സിലറേഷൻ യൂണിഫോം ആണ് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ച് കോൺസ്റ്റൻ്റ് ആയിരിക്കും. എന്നാൽ ഒരു ട്രാഫിക്കിലൂടെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ചില സമയത്ത് നമ്മൾ കാറിന് സ്പീഡ് കൂട്ടും,
പെട്ടെന്ന് തന്നെ നമുക്ക് ബ്രേക്ക് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ നിർത്തിയിടേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ പല സമയത്ത് ഇതിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില സമയത്ത് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും, ചില സമയത്ത് വെലോസിറ്റി ഡിക്രീസ് ചെയ്യും, ചില സമയത്ത് വെലോസിറ്റി 0 ആകും. ഇങ്ങനെ ഈ കണ്ടിന്യൂസ് ആയിട്ട് വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏത് ടൈം ഇൻ്റർവൽ എടുത്താലും ഇപ്പം ഈ സെക്കൻഡിലുള്ളതായിരിക്കത്തില്ല അടുത്ത സെക്കൻഡിൽ. അപ്പോൾ ഇങ്ങനെ ഉള്ള സമയങ്ങളിൽ ഇതിൻ്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ആയിരിക്കും. അപ്പം പറഞ്ഞിരിക്കുന്നതാണ്, ഇഫ് ഡ്രൈവർ ആക്സിലറേറ്റ്സ് ദ കാർ ഇറ്റ്സ് വെലോസിറ്റി ഇൻക്രീസസ് ദെൻ ഇറ്റ് ഈസ് പോസിറ്റീവ് ആക്സിലറേഷൻ. ഇഫ് ഹി അപ്ലൈ ബ്രേക്സ് ഇറ്റ്സ് വെലോസിറ്റി ഡിക്രീസസ് then it is negative acceleration. ആക്സിലറേഷൻ എന്തെന്നും ആവറേജ്, ഇൻസ്റ്റന്റേനിയസ്, യൂണിഫോം, നോൺ യൂണിഫോം ആക്സിലറേഷനുകളെ കുറിച്ച് നമ്മൾ ഇന്ന് പഠിച്ചു. അതുപോലെ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ആക്സിലറേഷൻ എന്താണെന്ന് മനസ്സിലാക്കി. ടോപ്പിക്കുകൾ എല്ലാവർക്കും നന്നായി മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.